ഓസ്ട്രേലിയയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ, ലോകത്തെ മുഴുവൻ ആശങ്കയുടെ ഭീതിയിലാഴ്ത്തിയ ബോണ്ടി ബീച്ച് ആക്രമണം നടത്തിയ ഉപ്പയും മകനും ഇന്ത്യക്കാരാണെന്ന് 27 വർഷം മുമ്പ് 1998 സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോയ ആളാണ് സാജിദ് അക്രം എന്ന ഹൈദരാബാദുകാരൻ. അവിടെയുള്ള ഒരു കിഴക്കൻ യൂറോപ്യൻ രാജ്യക്കാരിയെ കല്യാണം കഴിച്ച് അവിടെ തന്നെ വാസമാക്കി. പിന്നീട് 6 തവണ മാത്രമേ ഇന്ത്യയിലേക്ക് 27 വർഷത്തിനിടയിൽ വന്നിട്ടുള്ളൂ. തന്റെ ഉപ്പ മരിച്ചപ്പോൾ പോലും അയാൾ വന്നിട്ടില്ല. 2 മക്കളാണ് ഇവർക്കുണ്ടായത്, ഒരു മകനും മകളും. മകൻ നവീദിനെ തന്റെ വഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും ഈ സാജിദും നവീദും നടത്തിയിരുന്നത് ഇരട്ട ജീവിതമായിരുന്നു. സാജിദിന്റെ ഭാര്യ, അതായത് നവീദിന്റെ അമ്മ, അവർക്കോ നവീദിന്റെ സഹോദരിക്കോ അറിയുമായിരുന്നില്ല ഭീകരവാദ മുഖമുണ്ടെന്ന്. അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്തരം ചർച്ചകൾ ഇതുവരെ കേട്ടിട്ടുമില്ല. മാത്രമല്ല ഇരുവരും ഫിഷിംഗിന് വേണ്ടി പോയതാണ്. ശേഷം കേൾക്കുന്നത് വെടിയൊച്ചയുടെ വാർത്തയാണ്. സ്വന്തം ജീവൻ ഇല്ലാതാക്കി പച്ച മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യാൻ പോയ ഇവർക്ക് ഇത്തരമൊരു പശ്ചാത്തലമുള്ളതായി ഓസ്ട്രേലിയൻ പോലീസിന് സൂചനയേയില്ല. ഇരുവരുടെയും പേരിൽ ഒരു ക്രിമിനൽ കുറ്റവുമില്ല. ഈ പിതാവ് ഏതാണ്ട് $75,000 വരുമാനമുള്ള ഒരു സ്വയം സംരംഭകനാണ്. ടാക്സ് ഒക്കെ അടയ്ക്കുന്നതാണ്. നിയമവിഷയങ്ങളൊന്നുമില്ല. ഈ മകന്റെ പേരിൽ ചില സംശയം ഉണ്ടാവുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ തെളിവൊന്നും കണ്ടെത്തിയിൽ ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു, ഇവർ ഫിലിപ്പീൻസിൽ പോയി അവിടെയുള്ള ഒരു ഭീകര സംഘടനയിൽ നിന്നും തോക്ക് ഉപയോഗിക്കുന്നത് അടക്കമുള്ള മിലിറ്ററി സ്റ്റൈൽ പരിശീലനം വരെ സിദ്ധിച്ചിരുന്നുവെന്ന്. അവരുടെ ലക്ഷ്യം നിരപരാധികളായ ജൂതന്മാരെ കൊല്ലുക മാത്രമായിരുന്നു.